ദക്ഷ യെസ്. രചന ഏക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയാൻ നൂഞ്ഞേരി. എയർപോർട്ടിൽ വന്നിറങ്ങിയ കെവിൻ ഒട്ടും സമയം പാഴാക്കാതെ ആദ്യം കണ്ട ടാക്സിയിൽ കയറി സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ എത്തുന്നതിനിടയിൽ പലതവണ ഫൈസലിനെ വിളിച്ചെങ്കിലും അവൻ്റെ ഫോൺ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ എന്തായെന്നറിയാത്തുള്ള വെപ്രാളം അവനുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തുന്നവരെ അവനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് അവിടേക്കൊന്ന് എത്തിച്ചേർന്നാൽ മതിയെന്നായി കെവിന്. സ്റ്റേഷന് മുമ്പിൽ തന്നെ ഫൈസൽ ആർക്കോ ഫോൺ വിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവൻ കെവിനെ കണ്ടതും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ടാക്സിക്കാരന് കാശ് കൊടുത്ത് അവൻ ബാഗും തോളിലിട്ട് ഫൈസലിനരികിലേക്ക് വന്നു. ഫൈസൽ അവനെ കണ്ടു സല്യൂട്ട് അടിച്ചു. കെവിൻ അവനെ നോക്കി സല്യൂട്ട് ചെയ്തു. എന്താ ഈ ബസ്സിലെ കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലേ? കെവിൻ ആകാംക്ഷയോടെ ചോദിച്ചു. റോഡിൽ പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ട്. അസ്വാഭാവികമായിട്ട് തോന്നുന്ന എന്ത് കണ്ടാലും വിവരറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിസ്സിംഗ് ആയവരുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും കംപ്ലൈൻറ്റും തന്നിട്ടില്ല. കംപ്ലൈൻറ്റ് എഴുതിത്തരാൻ പറഞ്ഞപ്പോൾ അവർ വിസമ്മതിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. തിരിച്ചെത്താൻ അല്പം വൈകിയെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ മിസ്സിംഗ് ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെന്നാണ് അവരുടെ ചോദ്യം. അങ്ങനെ പറഞ്ഞെന്നാൽ എങ്ങനെ ശരിയാവും? അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയില്ലെങ്കിലും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കംപ്ലൈൻറ്റ് കിട്ടിയേ മതിയാവും. നീ വാ, നമുക്ക് ആരെങ്കിലും കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവൻ ഫൈസലിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് ബാഗ് അകത്ത് കൊണ്ടുപോയി വെച്ച് തിരികെ വന്നു. അപ്പോഴേക്കും ഫൈസൽ വണ്ടിയുമായി അവനരികിൽ വന്നു നിന്നു. നമുക്ക് അഹലിയുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാം. എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പം അയാളെ ആവും. കെവിൻ വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ ഫൈസലിനോട് പറഞ്ഞു. ഫൈസൽ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. മുമ്പെങ്ങും കാണാത്ത ഭാവമായിരുന്നു കെവിന്. അവനെന്തിനെയോ പേടിക്കുന്ന പോലെ തോന്നി. ആ 7 പേരും മിസ്സിംഗ് ആണെന്ന് ഉറപ്പിച്ചെങ്ങനെ പറയാനാവും സാർ? ഒരുപക്ഷെ അവരുടെ വീട്ടുകാർ പറയുന്ന പോലെ അവരെല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിലോ? വൈകുമെന്ന് അവർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു സമയം കാത്തിരുന്നൂടെ? ചിലപ്പോൾ അവർ തിരികെ വന്നാലോ? ഈ അന്വേഷണം എല്ലാം വെറുതെ ആവില്ലേ? അങ്ങനെ ഒന്നും കാണാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവനല്ല കെവിനെന്ന് എനിക്ക് അറിയുന്നതല്ലേ ഫൈസലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. വൈകുന്നവർ പറഞ്ഞല്ല, അവരെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചാണെങ്കിലോ? അങ്ങനെ ചിന്തിക്കുക. അന്വേഷണം പെട്ടെന്ന് നടക്കാതിരിക്കാനുള്ള എതിരാളികളുടെ പദ്ധതി ആയിക്കൂടെ അത്? കെവിൻ്റെ ശബ്ദം കെടുത്തു. സാർ എന്തൊക്കെയായി പറയുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് സാർ പ്രശ്നം? ആരെയാണ് സാർ ഇത്ര ഭയക്കുന്നത്? ഫൈസൽ ആകാംക്ഷയോടുകൂടി ചോദിച്ചു. ദക്ഷ യെസ്. അവളെ ദക്ഷ എന്ന് വിളിക്കണോ അതോ കാർത്തിക എന്ന് വിളിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ. കെവിൻ പറയുന്ന മനസ്സിലാവാതെ ഫൈസൽ അവനെ തന്നെ നോക്കി. അതേടോ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദക്ഷ മേഡമല്ല. ദക്ഷ എന്ന പേരിൽ നമുക്ക് മുമ്പിൽ തകർത്ത് അഭിനയിച്ച് കാർത്തിക മുരളീധരൻ എന്ന അമ്മാളുവാണ്. കവലിയൂർ പീഡന കേസിൽ ഇര. എന്നോ മരണപ്പെട്ടു പോയെന്ന് ലോകം വിശ്വസിക്കുന്ന കാർത്തിക. വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ദക്ഷയുടെ പേര് രൂപം സ്വീകരിച്ച് നമ്മളെല്ലാവരെയും കാർത്തിക പറ്റിക്കുകയായിരുന്നു. കെവിൻ പറയുന്ന കേട്ട് മിഴിച്ചു നിൽക്കുകയാണ് ഫൈസൽ. സംശയിക്കണ്ട, അത് കാർത്തിക തന്നെയാണ്. കാർത്തികയുടെയും ദക്ഷയുടെയും രൂപസാദൃശ്യം നമ്മൾ ശ്രദ്ധിച്ചല്ലേ? ആ രൂപസാദൃശ്യം അവർ മുതലെടുത്തു. ബുദ്ധിപരമായ കരുക്കൾ നീക്കി അവർ നന്നായി കളിച്ചു. മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരായും ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരായും നമ്മെ അവരെല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല സാർ. ആര് തെറ്റിദ്ധരിപ്പിച്ചെന്നാ സാറ് പറയുന്നു? ഇങ്ങനെ എങ്ങും തൊടാ ഒരുന്ന് പറയാതെ കാര്യം എന്താണെന്ന് വിശദമായിട്ട് പറ സാറേ. കെവിൻ ഡോക്ടർ അനുപാലിൽ നിന്നറിഞ്ഞ എല്ലാ കാര്യങ്ങളും ഫൈസലിനോട് പങ്കുവെച്ചു. എല്ലാം കേട്ട് ഒന്നും വിശ്വസിക്കാനാവാതെ അവൻ കെവിനെ മിഴിച്ചു നോക്കി. ഇങ്ങനെയൊരു കാര്യത്തിനിടയിൽ ഉണ്ടായിരുന്ന പഠിച്ചോനെ. ഒരിക്കൽ പോലും മേഡത്തെ ഞാൻ സംശയിച്ചിട്ടില്ല. ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒരു കൂസലില്ലാതെയല്ലേ അവർ നമുക്കിടയിലൂടെ നടക്കുന്നത്? ഒരിക്കൽ പോലും അവരുടെ നേർക്കൊരു സംശയത്തിൻ്റെ കണിക പോലും ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അതവരുടെ മിടുക്ക്. മാധവനും സിദ്ധാർത്ഥനും ഈ കാര്യത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും പൂട്ടും ഞാൻ, നീ നോക്കിക്കോ. അങ്ങനെയെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോയത് മേഡം തന്നെയായിരിക്കും, നമുക്ക് ഉറപ്പിക്കാം. ഫൈസൽ അവനെ നോക്കി പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഫൈസലേ. ആ 7 പേര് ഒരേ സമയം കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാർത്തിക തന്നെയായിരിക്കും. എങ്കിൽ പിന്നെ മാഡത്തെ നമുക്ക് നേരിട്ട് ചോദ്യം ചെയ്യുന്നല്ലേ ഇതിനേക്കാൾ നല്ലത്? നിഷ്കളങ്ക ഭാഗത്തോടെയുള്ള ഫൈസലിന്റെ ചോദ്യം കേട്ടതും കെവിൻ അവനെ അടിമുടിയും നോക്കി. നിന്നേക്ക് ആരാ ഫൈസലെ പോലീസിലെടുത്ത്? കൃത്യമായ തെളിവുകളില്ലാതെ മാഡത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമുണ്ടോ? അവരൊരു സാധാരണ സ്ത്രീയല്ല, ഒരു നാടിൻ്റെ കളക്ടറാ. നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും സൂക്ഷിക്കണം. തെളിവുകളില്ലാതെ അവർക്ക് നേരെ ഒരു ചൂണ്ടുവിരൽ പോലും ഉയർത്തുന്ന ബുദ്ധിയല്ല. അവർ പഴുതുകളുണ്ടാക്കി രക്ഷപ്പെടാൻ മിടുക്കിയാണ്. നമ്മുടെ കയ്യിൽ ആകെയുള്ള തെളിവ് ഡോക്ടർ അനുപാലാണ്. അയാൾ നാളെ മൊഴിമാറ്റി പറയില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ വെറുതെ വിട്ടു പോലും. തൽക്കാലം അവർക്കെതിരെ നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവ് കിട്ടുന്നവരെ ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. വാർത്ത പുറത്തായ അത് ഗുണം ചെയ്യുന്ന കാർത്തികയ്ക്ക. നമ്മുടെ കയ്യിൽ തെളിവില്ലാത്തിടത്തോളം കാലം അവർ ഏത് വിധേനയും രക്ഷപ്പെടും. എല്ലാ തെളിവുകളോടും കൂടി അവരെ പൂട്ടാൻ നമുക്കൊരു അവസരം വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കെവിൻ പറയുന്നതാണ് ശരിയെന്ന് ഫൈസലിനും തോന്നി. അഹല്യയുടെ ഭർത്താവ് അമൽ മാധവ് അവർ ചെല്ലുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അഹല്യ മിസ്സിംഗ് ആണെന്ന് കെവിൻ എത്ര പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതെങ്ങനെ നിങ്ങൾക്ക് പറയാനാവും എന്നായിരുന്നു അയാളുടെ മറുചോദ്യം.
സംശയാസ്പദമായ രീതിയിൽ 7 പേരെ ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്ന ചിലർ കണ്ടു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറയുന്നത്. നിങ്ങൾ സഹകരിക്കണം. പല കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവസാനം അയാളെ ബോധ്യപ്പെടുത്താൻ കെവിന് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. അതൊക്കെ ശത്രുക്കൾ പടച്ചു വിടുന്ന കഥകളല്ലേ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അവളുടെ അച്ഛന് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യുന്ന അവരാ. അവളെ കള്ളക്കേസിൽ കുടുക്കി അവളുടെ അച്ഛനോട് പ്രതികാരം ചെയ്യുക, അതുമാത്രമാണ് അവരുടെ ഉദ്ദേശം, അമൽ പറഞ്ഞു. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അന്വേഷണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. വഴിയെ മനസ്സിലാവും സത്യം എന്താണെന്ന്. തൽക്കാലം നിങ്ങൾ ഞങ്ങളോടൊന്ന് സഹകരിക്കണം. അവർ തിരിച്ചെത്തിയ പരാതി പിൻവലിച്ചോളൂ. ഇപ്പം താങ്കളൊരു പരാതി എഴുതി തന്നേ മതിയാവൂ, കെവിൻ അമലിനെ നിർബന്ധിച്ചു. ഒടുവിൽ പൂർണ്ണ സമ്മതമില്ലെങ്കിലും അമൽ അവർക്ക് റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. ആ നിമിഷം തന്നെ കെവിൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ തുടർന്നു. തൊട്ടടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു. 7 പേരുടെയും ഫോട്ടോ സഹിതം അയച്ചു കൊടുത്ത് അന്വേഷണം തുടരാൻ പറഞ്ഞു. സംശയിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം പോലീസ് കയറി ഇറങ്ങി. കെവിൻ അന്വേഷണം ഊർജിതമായി തന്നെ തുടർന്നു. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ആയവരുടെ കൂടെ ഇപ്പം മേടുണ്ടാവില്ലേ? അപ്പോൾ ഇന്ന് അവർ ഓഫീസിൽ ഉണ്ടായിരിക്കില്ല. ലീവാണെങ്കിൽ ഉറപ്പിക്കാം ഇതിന് പിന്നിൽ അവർ തന്നെയാണെന്ന്. അങ്ങനെ ഒരു ചിന്ത വന്ന കെവിൻ നേരെ കളക്ടർ ഓഫീസിലേക്ക് വിട്ടു. അവിടെ സെക്യൂരിറ്റി ഗാർഡിനോട് അന്വേഷിച്ചപ്പോൾ തന്നെ അറിയാൻ സാധിച്ച് അവൾ ഇന്ന് പുറത്തേക്ക് പോയിട്ടില്ലെന്നാണ്. അത് കേട്ടതും കെവിനൊന്ന് ഞെട്ടി. സംശയത്തോടെയാണ് അയാൾ ദക്ഷയുടെ അരികിലെത്തിയത്. എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കാനും ദക്ഷ കെവിനെ കണ്ടത് അകത്തേക്ക് വരാൻ പറഞ്ഞു. തൻ്റെ മുന്നിലുള്ള ഫയൽ മടക്കി വെച്ച ശേഷം അവന് പറയാനുള്ള കാര്യം കേൾക്കാനായി അവൾ അയാളെ തന്നെ നോക്കിയിരുന്നു. അവൾ അവിടെ ഉണ്ടാവില്ലെന്നൊരു ഉറപ്പിൽ ഇറങ്ങി തിരിച്ചതാണ് അവൻ. പക്ഷെ താൻ പ്രതീക്ഷിച്ചല്ലോ ഇവിടെ സംഭവിച്ചത്. ഇനി എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും? അവനൊരു എത്തും പിടിയും കിട്ടാതെയായി. താനെന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്താ കാര്യം? എന്തെങ്കിലും അത്യാവശ്യ കാര്യം സംസാരിക്കാനാണോ താൻ എന്നെ കാണാൻ വന്ന്? മാളു അയാളെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. അവരെവിടെയാണ് മാഡം? പെട്ടെന്ന് എന്ത് ഓർത്തിട്ടെന്ന പോലെ കെവിൻ ചോദിച്ചു. ആര്? ദക്ഷ സംശയത്തോടെ അവനെ നോക്കി. കവലിയൂർ കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 7 പേര് മിസ്സിംഗ് ആണ്. അവരെവിടെയാണെന്ന് വളരെ കൃത്യമായി മാഡത്തിന് അറിയാമെന്ന് എനിക്കറിയാം. ഞാനെല്ലാ സത്യവും അറിഞ്ഞുവെന്ന് ഇതിനോടകം തന്നെ മാഡവും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യവും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. എവിടെയാണ് ആ 7 പേര്? അവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിയമം കയ്യിലെടുക്കാൻ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് മാഡത്തിന് നല്ലത്. താനിതെന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താൻ വല്ല സ്വപ്നവും കണ്ടോ? കവലിയൂർ കേസിലെ പ്രതികളോ? അതാരൊക്കെയാ? അവർ മിസ്സിംഗ് ആണെന്ന് ഞാനിതുവരെ അറിഞ്ഞില്ലല്ലോ. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തോ? എത്ര ദിവസമായി അവർ കാണാതായിട്ട്? അവർ മിസ്സിംഗ് അതിന് എൻ്റെ അടുത്ത് വന്നെന്തിനാ? ഞാനോ കേസുമായിട്ട് എന്താ ബന്ധം? ദക്ഷ ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യം ചോദിച്ചുകൊണ്ട് അവനെ നേരിട്ടു. ഒന്നും അറിയാത്ത പോലെയുള്ള നിങ്ങളുടെ അഭിനയം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒന്നോർത്തോ, കളിക്കുന്നത് കെവിനോടാ. ഇത്രയൊക്കെ എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താനാവുമെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അധികം വൈകാതെ എല്ലാ തെളിവുകളുമായി ഞാൻ ഈ മുമ്പിൽ വന്ന് നിൽക്കും. അന്നും ഇതൊക്കെ തന്നെ എന്നോട് പറയണം. കെവിൻ ദേഷ്യത്തോടെ മാളുവിനെ നോക്കി. ആഹാ, അങ്ങനെയാണോ കാര്യങ്ങൾ? എങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് മതി ഈ വാചകമടി. മാളു ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ അവൻ നോക്കി പറഞ്ഞു. അല്ലെങ്കിലും ഇനി സംസാരമില്ല, എല്ലാം ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. അവളുടെ പെരുമാറ്റം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിലും കെവിൻ സ്വയം നിയന്ത്രിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, മറ്റൊന്നും പറയാനില്ലെങ്കിൽ താങ്കൾക്ക് പോവാം, എനിക്ക് കുറച്ച് തിരക്കുണ്ടേ. മാളു ഡോറിനടുത്തേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. അത് കേട്ടത് അവളെ നിന്ന് ദേഷ്യത്തിൽ നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മാളു അവൻ്റെ പുറകിൽ നിന്ന് വിളിച്ചു. അതെ, തന്നേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ കീഴുദ്യോഗസ്ഥർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴും അതുണ്ടായില്ല, തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. മാളു ഗൗരവത്തോടെ അവനെ നോക്കി. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായെങ്കിലും അതനുസരിക്കാൻ അവൻ്റെ മനസ്സെന്തോ വിസമ്മതിച്ചു. അനുസരിക്കാൻ ബാവലി പറഞ്ഞോളൂ, ഞാനിത് റിപ്പോർട്ട് ചെയ്തോളാം. അവനെ നിൽപ്പേണ്ട മാളു പറഞ്ഞു. അത് കേട്ടത് ഒട്ടും മനസ്സിലാ അവൾ നോക്കി അറ്റൻഷനായി നിന്ന് അവൻ സല്യൂട്ട് ചെയ്തു. നിന്നെ പോലെയുള്ള ക്രിമിനലുകളൊക്കെ സല്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ ജോലിയെ തന്നെ ഞാൻ വെറുക്കുന്നത്. അവൻ മനസ്സിൽ സ്വയം ശപിച്ചു. എന്നെ ഇപ്പം താൻ നന്നായിട്ട് പ്രാകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സാരമില്ല, ഞാനതങ്ങ് സഹിച്ചു. ഇനി അങ്ങനെ നീ എന്നെ അറസ്റ്റ് ചെയ്താ എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ സല്യൂട്ട് ചെയ്യാൻ എനിക്ക് ഭാഗ്യമില്ലാതായാലോ. അതുകൊണ്ടാ ചോദിച്ച് മേടിച്ച്. അവളുടെ ശബ്ദത്തിൽ അവനുള്ള പരിഹാസം കലർന്നു. ഇതിനുള്ള മറുപടി വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് ഉചിതമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ സ്വയം മൗനം പാലിച്ച് നിന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ കെവിൻ പോയിക്കോളൂ. ഒരുപാട് ജോലികൾ ചെയ്യാനുള്ളതല്ലേ, ഇവിടെ നിന്ന് വിയർക്കണ്ട. അവൾ ഡോറിനടുത്തേക്ക് വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു. അവൻ അവളെ നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ അവൻ പോയ വഴിയെ നോക്കി കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്നു. ശേഷം തൻ്റെ ഫോണെടുത്ത് മാധവിനെ വിളിച്ചു. ഡാഡി പറഞ്ഞ പോലെ അയാളൂടെ വന്നിരുന്നു. എന്നെ വെല്ലുവിളിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ ഇന്ന് നിന്നെ കാണാൻ വരുമെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത്. ഇനിയാണ് മോള് സൂക്ഷിക്കേണ്ടത്. അവൻ്റെ കണ്ണുകൾ നിനക്ക് പുറകെ തന്നെ ഉണ്ടാവും. നീ എവിടെ തിരിഞ്ഞാൽ അവനെ നിമിഷങ്ങൾക്കുള്ളിൽ അറിയും. ആ ചിന്തയിൽ വേണം ഇനി മുമ്പോട്ട് പോവാൻ. അത് കെവിനാ.
നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ ബുദ്ധിയുള്ളവൻ. അവൻ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കണം ഇനി മുമ്പോട്ടുള്ള ഓരോ ചുവടും വയ്ക്കുന്നത്. മാധവൻ അവളെ ഓർമ്മിപ്പിച്ചു. അതൊക്കെ എനിക്കറിയാം ഡാഡി. ഒരുപക്ഷെ നമ്മൾ അവൻ്റെ നിരീക്ഷണത്തിലല്ല, അവൻ നമ്മുടെ നിരീക്ഷണത്തിലാണെന്ന് അവൻ അറിയാതെ പോയല്ലോ ഡാഡി. തൽക്കാലം ഇനി കുറച്ച് ദിവസം നമുക്ക് മൗനം തുടരാം. അവൻ ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. സൂക്ഷിച്ചു വേണം മോളെ ഓരോന്ന് ചെയ്യാൻ. അമിത ആത്മവിശ്വാസം വേണ്ട. എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളോട് രണ്ടാളോട് കൂടി ആലോചിക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അത് ആപത്തിലേക്ക് കൊണ്ട് എത്തിക്കും. ഇനിയുള്ള കളികൾ കൈവിട്ടതാ. എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പാളിയാ എല്ലാം തീരും. ഒന്നും ഉണ്ടാവില്ല ഡാഡി. ഞാൻ എൻ്റെ ജീവിതമശയിലെ കളിക്കുന്നത്. എൻ്റെ കൂടെ ദൈവം ഉണ്ടാവും. ആ വിശ്വാസത്തിലാണ് എൻ്റെ ഓരോ ചൂടും. ഇത്രയൊക്കെ പരീക്ഷിച്ചിട്ടും അവൻ ഇനിയും എന്നെ കൈവിടണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടുകൊള്ളാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേണ്ടാത്തൊന്നും ചിന്തിക്കേണ്ട. മനസ്സിനെ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുക. ഒട്ടും പതറാതെ മുന്നോട്ട് പോയിക്കോളൂ. കൂടെ ഇടവും വലവും ഞങ്ങളുണ്ട്. നിന്നെ ആർക്കും തളർത്താനാവില്ല. തളർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാധവൻ അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു. അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു. മോള് ജോലിയെല്ലാം തീർത്ത് പെട്ടെന്ന് വീട്ടിൽ വരാൻ നോക്ക്. അപ്പോഴേക്കും ഡാഡി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാന്നല്ലാതെ. അവളുടെ മനസ്സ് വായിച്ചെന്ന പോലെ മാധവൻ പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ നിൽക്കുക ഡാഡി. ഡാഡി പറഞ്ഞവിടെ ഒറ്റയ്ക്കിരുന്നാൽ ശരിയാവില്ല. ഓരോന്നും ചിന്തിച്ച് കാട് കയറും. അത് ശരിയാ. എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നാണ്. എങ്കിൽ പിന്നെ ഡാഡി ഫോൺ വെച്ചോ. ഞാൻ ഇത്തിരി ജോലി കൂടി ഉണ്ട്. അത് തീർത്ത് ഓടി വരാം. അവൾ അതും പറഞ്ഞ് ഫോൺ വെച്ചു. അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ജോലികൾ തീർത്ത് അവൾ വീട്ടിലേക്ക് ഇറങ്ങി. അവൾ അവിടെ നിന്ന് ഇറങ്ങിയതും അവരെ പിന്തുടർന്നൊരു വാഹനം പുറകെ വരുന്ന ആൾ ശ്രദ്ധിച്ചു. കെവിൻ്റെ ബുദ്ധിയാണെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ ആ കാര്യധികം ഗൗരവത്തിലെടുത്തില്ല. കാണാത്ത പോലെ ഇരുന്നു. വീടിൻ്റെ ഗേറ്റ് വരെ ആ വാഹനം അവരെ പിന്തുടർന്നു. അവളുടെ കാറ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയതും ആ വാഹനം നേരെ മുന്നിലേക്ക് പോയി. മാളു കാറിൽ നിന്നിറങ്ങി ആ വാഹനം പോയ വഴി കുറച്ചു നേരം നോക്കി നിന്നു. ശേഷം അകത്തേക്ക് പോയി. മിസ്സിംഗ് ആയവരെ കുറിച്ചുള്ള അന്വേഷണം കെവിൻ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് നീക്കി. പാർക്കിലും ബീച്ചിലും അതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലെല്ലാം ചെക്കിംഗ് കർശനമാക്കി. ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ പോലീസുകാരെ നിയമിച്ചു. സംശയാസ്പദമായി തോന്നുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു. പക്ഷേ കാര്യമായിട്ടൊന്നും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനോടകം തന്നെ ഈ വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. 1-2 പേരെയല്ല, ഒരേ സമയം കാണാതെയായിരിക്കുന്ന 7 പേരെയാണ്. അതും സമൂഹത്തിൻ്റെ ഉന്നതിയിൽ ജീവിക്കുന്നവർ. പല പ്രമുഖരുടെയും മക്കൾ. പല കോളികളൊക്കെ സൃഷ്ടിച്ച കേസുകളിലും പ്രതിസ്ഥാനത്ത് സംശയിക്കപ്പെട്ടവർ. മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഇതിൽ നല്ലൊരു വാർത്തയുണ്ടോ? എല്ലാ പ്രമുഖ ന്യൂസ് ചാനലിലും വലിയ തലക്കെട്ടോടുകൂടി വാർത്ത വന്നു. അർജുൻ, വിക്രം, മെൽവിൻ, അജിത്, ജെയ്സൺ, നാൻസി, അഹില്യ, ഈ 7 പേരും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. മിസ്സിംഗ് ആയി 2 ദിവസം കഴിഞ്ഞിട്ടും അവരെക്കുറിച്ച് യാതൊരു തുമ്പും പോലീസിന് കിട്ടിയില്ല. ഇത് പോലീസിന് അനാസ്ഥയാണെന്നും അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണമൊന്നും ഇല്ലെന്ന് കാണിച്ച് കാണാതായവരുടെ ബന്ധുക്കളും നാട്ടുകാരും വലിയ പ്രതിഷേധമുണ്ടാക്കാൻ തുടങ്ങി. പലയിടങ്ങളിൽ ആളുകൾ പോലീസിനെതിരെ തിരിയാൻ തുടങ്ങി. കേസിന്റെ പുരോഗതിയെക്കുറിച്ച് അന്വേഷിച്ച് മേലുദ്യോഗസ്ഥരുടെ കോളുകൾ കെവിന് നിരന്തരം വരാൻ തുടങ്ങി. അവരുടെ കുറ്റപ്പെടുത്തലുകളും വഴക്ക് പറയലുകളും ഏറിയേറി വന്നു. പക്ഷേ ഒന്നിലും തളരാതെ അവൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. താൻ ശരിയായ വഴിയിലൂടെയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എത്ര വൈകിയാലും താൻ ലക്ഷ്യത്തിലെത്തുമെന്നും അവനറിയാം. പക്ഷേ വൈകുന്തോറും കാണാതായ 7 പേരുടെ ജീവന് തന്നെ ആപത്താണ്. ആ പേടി അവനുണ്ട്. ആ ഒരു കാര്യം മാത്രമായിരുന്നു അവനെ തളർത്തിയത്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവരെ കണ്ടുപിടിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെ അവൻ ഊണുറക്കമില്ലാതെ അവൾക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയതല്ലാതെ കാണാതായവരെക്കുറിച്ചൊരു സൂചന പോലും പോലീസിന് കിട്ടിയില്ല. അവർ മരിച്ചോ ജീവനോടെയുണ്ടോ എന്ന് പോലും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. കെവിന് 24 മണിക്കൂറും ദക്ഷയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുവെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. സംശയാസ്പദമായ ഒരു കാര്യവും അവളിൽ നിന്ന് അതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് അവനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയത്. എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു കാണും അവരാ 7 പേരെയും? എത്ര തലപൊഞ്ഞ് ആലോചിച്ചിട്ടൊരു ഉത്തരവിന് കിട്ടിയില്ല. നാട് മുഴുവൻ കാണാതായ 7 പേർക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അവരെ കണ്ടുപിടിക്കാൻ നാട് മുഴുവൻ പോലീസിനെ സഹായിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയകളിൽ അവരുടെ ഫോട്ടോ നിറഞ്ഞു കാണുന്നവർ അത് ഷെയർ ചെയ്ത് വാർത്ത അറിയാത്തവരിലേക്കും എത്തിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. ദിവസങ്ങൾ കഴിയുന്തോറും എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കാൻ തുടങ്ങി, അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? പല ഭാഗത്തു നിന്നും പല രീതിയിൽ ചോദ്യം ഉയർന്നു തുടങ്ങി. അത് കൂടുതൽ പോലീസിനെ സമ്മർദ്ദത്തിലാക്കി. അവർക്കൊരു ഉത്തരം നൽകാൻ പോലീസിനും കഴിയാതെ പോയി. ഇനി ഈ കേസിലൊരു തുമ്പം കിട്ടാതിരുന്നാൽ ശരിയാവില്ലെന്ന പൂർണ്ണ ബോധ്യമുണ്ട് കെവിന്. പക്ഷേ എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങുമെന്ന ആശങ്കയിലാണവൻ. എന്ത് ചെയ്യും കർത്താവേ, ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. അവൻ കർത്താവിൻ്റെ തിരുരൂപത്തിനു മുമ്പിൽ മുട്ടൂത്തിന്ന് പ്രാർത്ഥിച്ചു. അവരെവിടെ? കേരളം ഒന്നിറങ്ങാൻ ചോദിച്ച ആ ചോദ്യം ഇത്തവണ ചോദിച്ച മാധവനാണ്. തൻ്റെ ഫോണിൽ എന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരുന്ന ദക്ഷയുടെ അരികിലേക്ക് ചായക്കപ്പുമായി വന്നുകൊണ്ട് അയാൾ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. നീയും സിദ്ധു അവരെന്ത് ചെയ്തു?
ഇത്രയും ദിവസം ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നു നമ്മുടെ വായിൽ നിന്ന് വല്ലതും വീഴുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് ചുറ്റും പലരും ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ അവരുടെ ശ്രദ്ധയൊന്നും മാറിയിട്ടുണ്ട്. ഇത്രയും കാലം എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടിയിട്ടില്ല. അന്ന് നിങ്ങൾ അവരെയും കൊണ്ട് എവിടേക്കാ പോയത്? അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ, അതോ നിങ്ങൾ കൊന്നുകളഞ്ഞോ? മാധവന്റെ ചോദ്യം കേട്ട മാളു ഫോണിൽ നിന്ന് മുഖമുയർത്തി അയാളും നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. പലതും ഒളിപ്പിച്ചു വെച്ച ഒരു പുഞ്ചിരി. ആ ചിരിയിലുണ്ട് അവൾ ഇതുവരെ ഉള്ളിൽ കുഴിച്ചു മൂടിയ പല സത്യങ്ങളും.